നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മുടെ SSLC പരീക്ഷയുടെ കെമിസ്ട്രി പരീക്ഷ നമുക്ക് മോഡൽ പരീക്ഷ നടത്തിയപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് പല ചർച്ചകളിലൂടെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ മോഡൽ പരീക്ഷയുടെ ചോദ്യം ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ഈ അടുത്ത വരുന്ന നമ്മുടെ മെയിൻ പരീക്ഷയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളത്, അത് എങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. ഇപ്പൊ കെമിസ്ട്രിയുടെ മോഡൽ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എടുക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തില് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സാൾട്ടുകളുമായി ലവണങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ താഴെ തന്നിരിക്കുന്ന ലവണങ്ങൾ നിങ്ങൾക്കറിയാം. സാൾട്ട് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പഠിച്ചു. അപ്പൊ എന്താണ് സാൾട്ട് എന്നറിയണം. വാട്ട് ഈസ് എ സാൾട്ട്? എന്താണ് ഒരു സാൾട്ട്? അപ്പൊ അവിടെ നമുക്ക് ആ ഒരു ബേസിക് ഐഡിയ, ആശയം കിട്ടണം. സാൾട്ട് എന്നുള്ള ആശയം കിട്ടണം. സാൾട്ട് എന്താണെന്ന് അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ് സാൾട്ട് കെമിസ്ട്രിയിലെ. അതിനകത്ത് നമ്മൾ പറയും, ഒരു ആസിഡും ആൽക്കലിയും കൂടി ചേരുമ്പോൾ, ആസിഡും ബേസും കൂടെ ചേരുമ്പോൾ അവിടെ സാൾട്ടും വാട്ടറും ഉണ്ടാകും. സാൾട്ടുകൾക്ക്, വിവിധതരം സാൾട്ടുകൾക്ക് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെ ബേസ് ആണ് ഏതൊക്കെ ആസിഡ് ആണ് ചേരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സാൾട്ടുകളെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും പഠിച്ചിട്ടുണ്ട്. അതായത് ന്യൂട്രൽ സാൾട്ട് എന്നും ആസിഡിക് സാൾട്ട് എന്നും ബേസിക് സാൾട്ട് എന്നും ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ആസിഡിക് സാൾട്ടും ബേസിക് സാൾട്ടും ന്യൂട്രൽ സാൾട്ടും അറിയണമെങ്കിൽ അതിനു മുമ്പേ ഒരു കാര്യം നിങ്ങൾ അറിയണം. എന്ത് കാര്യമാണ് അറിയേണ്ടത്? നിങ്ങൾ അറിയേണ്ടത് സ്ട്രോങ് ആസിഡുകൾ ഏതാണ്, വീക്ക് ആസിഡുകൾ ഏതാണ്, സ്ട്രോങ് ബേസുകൾ ഏതാണ്, വീക്ക് ബേസുകൾ ഏതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിന് വേണ്ടി നിങ്ങൾക്കുണ്ടാകേണ്ട ബേസിക് അറിവുകൾ. അപ്പം ഇത്രയും ബേസിക് അറിവുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഒന്നാമതായി ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ CP1 കാര്യമാണ് അവിടെ പറഞ്ഞത്. ആ CP1 ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതിനെ നിങ്ങൾ പ്രായോഗിക ശേഷിയിലേക്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കില്ലിലേക്ക് കൊണ്ടുവന്നു. അതാണ് CP2. അതിനാണ് ഇവിടെ ഈ 4 ചോയ്സുകൾ കൊടുത്തേക്കുന്നത്. ആ ചോയ്സുകൾ കണ്ടിട്ട് ഇത് എവിടെയാണ് തെറ്റായിട്ടുള്ള സാധനം എന്നുള്ളത് കണ്ടുപിടിക്കണം. ശരിയല്ല കണ്ടുപിടിക്കേണ്ടത്, തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തെറ്റ് കണ്ടുപിടിക്കണം എന്ത് വേണം? ശരിയായിട്ടുള്ളത് ഏതാണ് നിങ്ങളങ്ങ് നോക്കിയാൽ മതി. അടുത്തത് തെറ്റായിരിക്കും ഉറപ്പായിട്ട്. അതിനെയാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന സാധനത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഇത്രയും ശരിയാണ്. ഇപ്പൊ 4 ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ 3 ശരിയാണെങ്കിൽ 4ാമത്തെ ഉറപ്പായിട്ടും തെറ്റായിരിക്കും. അതാണ് പ്രായോഗിക ശേഷി. സോഡിയം കാർബണേറ്റ് ആണ് ഒന്നാമത്തെ ചോദ്യം. സോഡിയം കാർബണേറ്റ് ഒരു ബേസിക് സാൾട്ട് ആണ്. അപ്പൊ എന്ത് വേണം? അതിനകത്ത് സോഡിയം കാർബണേറ്റ് ബേസിക് സാൾട്ട് ആണെങ്കിൽ സോഡിയം കാർബണേറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സോഡിയം കാർബണേറ്റ് ഉണ്ടാകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും NaOHും കാർബോണിക് ആസിഡ് H2CO3 കൂടെ ചേരുമ്പോഴാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബേസ് ആണ്. അതുകൊണ്ട് സോഡിയം കാർബണേറ്റിനെ എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളമായിട്ട് ചേരുമ്പോൾ, വാട്ടറുമായിട്ട് ചേരുമ്പോൾ ഇതൊരു ബേസിക് സൊല്യൂഷനായിട്ട് മാറുന്നു. അതുകൊണ്ട് സോഡിയം കാർബണേറ്റ് ഒരു ബേസിക് സാൾട്ടാണ്. ഉത്തരം ശരിയാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത്, അമോണിയം ക്ലോറൈഡ് ഈസ് ആൻ ആസിഡിക് സാൾട്ട്. അവിടെ നമ്മൾ നേരത്തെ അതേ മെത്തേഡ് ഉപയോഗിക്കുന്നു. അമോണിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുമ്പോഴാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ബേസ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ അമോണിയം ക്ലോറൈഡിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് അതൊരു അസിഡിക് സൊല്യൂഷൻ ആണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് D ഓപ്ഷൻ കിടക്കുന്നുണ്ട് അവിടെ. പൊട്ടാസ്യം ക്ലോറൈഡ് ഈസ് എ ന്യൂട്രൽ സാൾട്ട്. അപ്പൊ നമുക്ക് ന്യൂട്രൽ സാൾട്ട് എന്താണെന്ന് നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡിനെ 2 ഡിവൈഡ് ചെയ്യുക. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. നമുക്കറിയാം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ ഇതിന് രണ്ടിനെയും, ഈ പൊട്ടാസ്യം ക്ലോറൈഡിനെ എടുത്ത് നമ്മൾ വെള്ളത്തിലോട്ട് ലയിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതെന്താണ്? സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസുമായിട്ട് മാറും. അപ്പോൾ അത് ഒരു ന്യൂട്രൽ സാൾട്ട് ആണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ C എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് അണ്ടർഗോസ് സാൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന സംഭവം. അതായത് സോഡിയം ക്ലോറൈഡ് സാൾട്ട് ഹൈഡ്രോളിസിസ് നടത്തി അത് സോഡിയം ഹൈഡ്രോക്സൈഡും എന്തായിട്ട് മാറും? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മാറും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയല്ല.
നമുക്കറിയാം സോഡിയം ക്ലോറൈഡിനെ അതൊരു ഇലക്ട്രോലൈറ്റ് ആണ്. അതിനെ നമ്മൾ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ 4 അയോണുകൾ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. Na പോസിറ്റീവ്, Cl നെഗറ്റീവ്, H പോസിറ്റീവ്, OH നെഗറ്റീവ്. അപ്പൊ അവിടെ ഡിഫറെന്റ് അയോണുകളായിട്ടാണ് സോഡിയം ക്ലോറൈഡ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റാവുന്നത്.